ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗാണ് അഗ്നിക്കിരയായത്.
മൂന്നാറിൽ വർക്ക്ഷോപ്പ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നതെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗാണ് അഗ്നിക്ക് ഇരയായത്. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ അഗ്നിബാധ രാവിലെ 6 മണിയോടെയാണ് ശമിപ്പിക്കുവാൻ കഴിഞ്ഞത്. പീരിമേട്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തി അഗ്നിബാധ ശമിപ്പിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചതിലൂടെ കോടികളുടെ നഷ്ടം സംഭവിച്ചതായി കണക്കുകൾ. KR ബിൽഡിംഗ്സിലാണ് വൻ അഗ്നിബാധ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അഗ്നിബാധ ഉണ്ടായത്. പീരുമേട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും 2 യൂണിറ്റുകളിലെയും ജലം തീർന്നതോടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ശബരിമല ക്യാൻറ്റീൻ ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന ജലം ഉപയോഗിച്ചും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിലൂടെയും തീ കെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടരവേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ യൂണിറ്റുകൾ കൂടിയെത്തി അഗ്നിബാധ ശമിപ്പിക്കുകയായിരുന്നു. 2 മണി മുതൽ ആരംഭിച്ച അഗ്നിബാധ 6 മണിയോടുകൂടിയാണ് പൂർണ്ണമായും ശമിപ്പിക്കുവാൻ കഴിഞ്ഞത്. KR ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അരുൾ എന്റർപ്രൈസസ്, അമീർ സ്പെയർ പാർട്സ്, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഫാൻസി സ്റ്റോഴ്സ്, ഗ്ലോറി കമ്പ്യൂട്ടർ സെന്റർ, ചോയ്സ് ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസ് എന്നീ സ്ഥാപനങ്ങളാണ് അഗ്നിക്കിരയായത്. തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അഗ്നി പടരാതിരിക്കുന്നതിന് കാരണമായി. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അരുൾ എന്റർപ്രൈസസ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് അഗ്നിബാധയ്ക്ക് തുടക്കമെന്നാണ് കരുതപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടിയും കല്ലും കൊണ്ട് നിർമ്മിച്ച കെട്ടിടമായിരുന്നതിനാൽ അഗ്നിബാധയുടെ വ്യാപ്തി വർദ്ധിക്കുകയായിരുന്നു. 6 വ്യാപാര സ്ഥാപനങ്ങൾക്കുമായി ഓരോ വ്യാപാരികളും മുടക്കിയ കോടികളുടെ അധ്വാന ഫലം അഗ്നിക്കിരയായ വാർത്തയും ദൃശ്യങ്ങളും ഈ പ്രഭാതത്തിൽ ഞെട്ടലോടെയാണ് നാടറിഞ്ഞത്. ഒപ്പം വണ്ടിപ്പെരിയാർ ടൗണിലുണ്ടായ അഗ്നിബാധയിൽ ഒരു സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് അഗ്നിക്കിരയായി ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മൂന്നാറിൽ വർക്ക്ഷോപ്പ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. സെവൻമല എസ്റ്റേറ്റ് ന്യൂ മൂന്നാർ ഡിവിഷനിൽ എസ് തങ്കരാജ്, സഹോദരൻ എസ് സേതുരാജ്, സുഹൃത്ത് വി സോമസുന്ദരം എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതികൾ KDH ക്ലബിന് സമീപത്തുള്ള രാധാകൃഷ്ണന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാക്കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. പഴയ മൂന്നാറിൽ ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ് രാധാകൃഷ്ണൻ. ഇയാളുടെ തോളിലാണ് വെട്ടേറ്റത്. നേരത്തെ പഴയ മൂന്നാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് വിവരം. ராத்திரி எங்கள் வீட்டுக்கு வந்து 4 பேர் வந்திருக்காங்க. 3 பேரும் முகம் தெரிஞ்ச ஆள், ஒரு ஆள் யாருன்னு தெரியல. ஹெல்மெட்லாம் போட்டிருந்ததுனால ஆள் யாருன்னு தெரியல. 4 பேர் இருந்தாங்க. அப்போ அதில் 3 பேரும் ஆள் தெரியும். அப்போ அவங்க என்ன வெளியே இருந்து கெட்ட வார்த்தையில் வந்துட்டு இந்த பிரச்சனையை பற்றி, அன்றைக்கி நடந்த இந்த பிரச்சனையை பற்றி அவங்க சொல்லிக்கிட்டு அடிக்கிறதுக்கு வந்தாங்க. வந்து அடித்தாங்க, கம்பு வச்செல்லாம் அடித்து. பின்ன அதுக்கப்புறம் கிளப்புக்கு கூப்பிட்டு சொல்லி கிளப்பில் இருந்த ஆள் வந்ததுக்கப்புறம் தான் போனாங்க. அவங்க வந்ததுக்கப்புறம் பார்த்தாச்சுன்னா அவங்க கையில் கத்தி வச்சுருந்தாங்க. கத்தி வச்சு ഷോൾഡറിൽ വെട്ടി. മൂന്നാർ CI രാജൻ കെ ആരമനയുടെ നിർദ്ദേശപ്രകാരം SI അജേഷ് കെ ജോണിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, മൂന്നാർ. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നത്. 2014 മുതൽ 2024 വരെ 5 ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് എന്ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പൂപ്പാറയിൽ സംഘടിപ്പിച്ച മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നത്. കേരളത്തെക്കാൾ വലിയ രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കാർഷിക പ്രതിസന്ധി. 2014 മുതൽ 2024 വരെ 5 ലക്ഷം കർഷകരാണ് സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു. പൂപ്പാറയിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിസന്ധി ആണ് ഇന്ത്യയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിനേക്കാളും കൂടുതൽ
മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ രീതിയിലാണ് ഈ കാർഷിക പ്രതിസന്ധി. 2014 മുതൽ 2024 വരെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലായി ഏകദേശം 5 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്ത് തൊഴിൽ തേടി പോകുന്നവരും ആത്മഹത്യ ചെയ്തു എന്നാണ് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന്റെ കണക്കുകൾ. ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിലായി തൊടുപുഴയിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാലിക പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂപ്പാറയിൽ മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വന നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിഷയാവതരണം നടത്തി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, KPCC സെക്രട്ടറി MN ഗോപി, KCM ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ, NR ജയൻ, സുമ സുരേന്ദ്രൻ, ലിജു വർഗീസ്, MA സെബാസ്റ്റ്യൻ, V ഷാജി തുടങ്ങി നിരവധി പ്രവർത്തകരും കർഷകരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു. ചെയർമാൻ VN മോഹനൻ, കൺവീനർ NB സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. കുറുമ്പി 2025 എന്ന പേരിൽ അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 22 അംഗൻവാടിയിലെ 165 കുരുന്നുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്കണവാടി കുട്ടികൾക്കായി കുറുമ്പി 2025 എന്ന പേരിൽ അങ്കണവാടി ഫെസ്റ്റ് വിവിധ കലാപരിപാടികളോടെയും വിവിധ മത്സരങ്ങളോടെയും നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 22 അങ്കണവാടിയിലെ 165 കുരുന്നുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കായി കളറിംഗ്, മിഠായി പെറുക്കൽ എന്നീ മത്സരങ്ങളും നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ 22 അംഗൻവാടികൾ ഉണ്ട് എങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു കൂടിച്ചേരല് ടീച്ചേഴ്സ് കൂടിച്ചേരാറുണ്ട് എങ്കിലും കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി നമ്മളിങ്ങനെ ഒരു ഒത്തുചേരല് അപൂർവമായിട്ടായിരുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങൾക്കൊക്കെ നടത്തിയിരുന്നെങ്കിലും ഞാൻ ഈ ഭരണസമിതി കയറിയതിന് ഇങ്ങനെ ഒരു ഒത്തുചേരല് ആദ്യമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ ഈ സ്കൂളിലോട്ടൊക്കെയാണ് അവർക്ക് എത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. അവരുടെ കായിക മത്സരങ്ങളും അതുപോലെ ഡാൻസ്, പാട്ട്, അവർക്ക് ഇഷ്ടമുള്ള, ഇന്ന് അവരുടെ ദിവസമാണ്, അവർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിനെല്ലാം അവസരം നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുകയാണ്. PTA പ്രസിഡന്റ് NR സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് T രേഖാറാണി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സിന്ധു ഗോപാലൻ നന്ദിയും അർപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് അജിമോൻ കാട്ടുമന മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ഇൻചാർജ് VK ആട്ലി, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് PC പത്മനാഭൻ, അങ്കണവാടി ലീഡർ PP ശൈല, PTA ഭാരവാഹികളായ അഡ്വക്കേറ്റ് നിഷാമോൾ ജീസൻ, ജേക്കബ് മച്ചാനി, അധ്യാപകരായ PK ഷീജ, AS സുനീഷ്, ബിനോയ് തോമസ്, സിജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. സ്കൂൾ വാർഷികവും അവാർഡ് വിതരണവും നടന്നു. കുരുവിള സിറ്റി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 12ാമത് വാർഷിക ആഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. നിംബസ് എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക ആഘോഷം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും കർഷകരുടെയും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുരുവിള സിറ്റി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 12ാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു വാർഷികം എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷത്തിൻ്റെ നേട്ടകോട്ടങ്ങളെ വിലയിരുത്തുക, അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക, ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ നമുക്കൊന്ന് നേരിട്ട് കാണുവാനൊക്കെയുള്ള ഒരു അവസരമാണ്. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു.
സ്കൂൾ മാനേജർ അബി കൂരാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു ചാത്തനാട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സോളി സിബി, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത്, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജോസ് തേലക്കാട്ട്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുരുവിള സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് CC മാത്യു, PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ രാജകുമാരി. ഇനിയൊരു ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KG Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തകളിലേക്ക്. UDF ഇടുക്കി വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുതായി നടപ്പാക്കാൻ ശ്രമിക്കുന്ന വനനിയമ ഭേദഗതിക്കെതിരെ സമരപ്രഖ്യാപനവും സംഘടിപ്പിച്ചു. തോപ്രാങ്കുടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ നിരോധനവും വന്യമൃഗ ആക്രമണവും പ്രാകൃത വനനിയമങ്ങളും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടികൾ ഒഴിവാക്കേണ്ടതിനു പകരം കടുത്ത വനനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. തോപ്രാങ്കുടി ടൗണിൽ നടന്ന സമരപരിപാടികൾ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയിലും സമയബന്ധിതമായി സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്താത്തതാണ് തുടരെ കോടതിയിൽ നിന്ന് പോലും കർഷകർക്കെതിരായ ഉത്തരവുകൾ ഉണ്ടാവാൻ കാരണമെന്ന് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഒരു വീടിന് തീ മുഴുവൻ കൊടുത്തിട്ട് പുറത്തിറങ്ങി നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയാണ്. മറ്റുള്ള ആളുകൾ വീടിന് തീ വെച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഈ തോപ്രാംകുടിയിലും ഇടുക്കിയിൽ മലയോര മേഖലയിൽ എല്ലായിടത്തും ഇന്നിപ്പോ ഇടതുപക്ഷ നേതാക്കന്മാർ മൈക്ക് വെച്ച് കെട്ടി സ്വയം പ്രസംഗിക്കുകയാണ്. നാടിന് തീ പിടിച്ചു, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. എന്നാൽ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. അത് അന്തരീക്ഷത്തിലേക്ക് നോക്കും. എന്നിട്ട് പറയും വനംവകുപ്പ് മന്ത്രിയാണ്, അയാളാണ് എല്ലാത്തിനും ഉത്തരവാദി. ആരാണ് വനംവകുപ്പ് മന്ത്രി? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അദ്ദേഹം ഗവർണർക്ക് എഴുതി കൊടുത്ത ലിസ്റ്റിലുള്ള വനംവകുപ്പിന്റെ മന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്. നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത്. തന്റെ മന്ത്രിസഭയിലെ ഒരു വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ജനദ്രോഹ നിലപാടെടുക്കുന്നത് മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അനുയായികൾ സർക്കാരിനെതിരെ സമരം സംഘടിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. വനനിയമത്തിലെ പുതിയ ഭേദഗതികൾ വനാതിർത്തിയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. മലയോര ജനത ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടാനും സമരം ചെയ്യാനും മുറവിളി കൂട്ടാനും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. ഇന്ന് അധികാരത്തിലിരിക്കുന്ന LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒട്ടും താമസിയാതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, DCC സെക്രട്ടറി ജെയ്സൺ K. ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, മറ്റു നേതാക്കളായ അഡ്വക്കേറ്റ് KK മനോജ്, VA ഉലഹനാൻ, അഡ്വക്കേറ്റ് KB സെൽവം, ജോയി കൊച്ചുകരോട്ട്, നോബിൾ ജോസഫ്, അനീഷ് ചേനക്കര, അഭിലാഷ് ജോസഫ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. MPമാർ, പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജന നിർദ്ദേശങ്ങളുള്ള പരാതികളിൽ ഈ മാസം 16 മുതൽ ഫെബ്രുവരി 22 വരെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാതല ഹിയറിംഗ് നടത്തും. ഇടുക്കിയിൽ ജനുവരി 18-നാണ് ഹിയറിംഗ് നടത്തുക. 482 പരാതികളാണ് ഇടുക്കിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നവംബർ 18-ന് പ്രസിദ്ധീകരിച്ച കരടുമായി ബന്ധപ്പെട്ട് പരാതികൾ ഡിസംബർ 4 വരെ കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. പരാതിക്കാരെ കമ്മീഷൻ നേരിട്ടും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മുഖേനയും കേൾക്കും. പരാതികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ വാർഡ് വിഭജന വിജ്ഞാപനം പുറപ്പെടുവിക്കുക. 482 പരാതികൾ ലഭിച്ച ജില്ലയിൽ ജനുവരി 18-ന് ഹിയറിംഗ് നടത്തും. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും വ്യാപകമായി പരാതികൾ ലഭിച്ചു. ഉടുമ്പൻചോല, നെടുങ്കണ്ടം, കുമളി, അടിമാലി, മൂന്നാർ ഗ്രാമപഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിൽ നിന്നുമാണ് ഏറ്റവും അധികം പരാതികൾ ലഭിച്ചത്. പരാതിക്കാരെ നേരിട്ട് കേൾക്കാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സംസ്ഥാനത്തെ ഹിൽ സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നത് വിലക്കണമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം നിയന്ത്രണം നിലവിൽ വരും. 1/2 ലിറ്ററിൽ താഴെയുള്ള കുപ്പിവെള്ളം പൂർണ്ണമായും നിരോധിക്കുവാനും നീക്കമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ വിലക്കുന്ന വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P. ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാനത്ത് 1/2 ലിറ്ററിൽ താഴെയുള്ള കുപ്പിവെള്ളം നിരോധിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. സൽക്കാരങ്ങളിൽ ഓഡിറ്റോറിയങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യ സംസ്കരണം ഉറപ്പാക്കുമെന്നും ഓൺലൈനിലൂടെ ഹാജരായ തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ അറിയിച്ചു. തമിഴ്നാട്ടിൽ ഹിൽ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി വിധി മാതൃകാപരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. തമിഴ്നാട്ടിൽ ചെറിയ കുപ്പികൾ നിരോധിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിലും സമാന നിയന്ത്രണം വേണം. കൊടൈക്കനാൽ കളക്ടറുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ നിരോധനത്തിന്റെ വിശദാംശങ്ങൾ തേടിയതായി സ്പെഷ്യൽ സെക്രട്ടറി അറിയിച്ചു. വഴിയോര ഭക്ഷണശാലകൾ കാനയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുകയാണെന്ന് കോടതി പറഞ്ഞു.
ഇവർക്ക് ലൈസൻസ് നൽകുന്നതിന് കർശന വ്യവസ്ഥകൾ ആലോചിക്കണം. വിഷയം 14-ന് വീണ്ടും പരിഗണിക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകരെയും മാധ്യമപ്രവർത്തനത്തിൽ 20 വർഷം പൂർത്തീകരിച്ച പ്രവർത്തകരെയും മികച്ച മാധ്യമ പുരസ്കാരം നേടിയ സന്ദീപ് രാജക്കാടിനെയും പരിപാടിയിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ആശ ആന്റണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, സജി തടത്തിൽ, KS മധു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന മാധ്യമ സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. അംഗങ്ങൾക്ക് പോസ്റ്റൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ വിതരണവും നടന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി സജി തടത്തിൽ, സെക്രട്ടറി ഷാജി കുരിശുമൂട്, ട്രഷറർ സലീം കൊളത്തായി എന്നിവരടങ്ങിയ 20-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗാണ് അഗ്നിക്കിരയായത്. മൂന്നാറിൽ വർക്ക്ഷോപ്പ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നതെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ബിജു കൃഷ്ണൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സ്വപ്നതുല്യമായ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയിൽ യാഥാർത്ഥ്യമാക്കുന്നു. ചോയ്സ് ബിൽഡേഴ്സ്. നൂതന ആശയങ്ങൾ, പ്രീമിയം മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു ക്ലയന്റിന് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ പ്രൊഫഷണൽ ടീം നൽകുന്നു.
പ്ലാൻ, പെർമിറ്റ്, കൺസ്ട്രക്ഷൻ, 3D എലിവേഷൻ, പെയിന്റിംഗ്, വയറിംഗ്, ക്വാളിറ്റി വുഡ് അല്ലെങ്കിൽ നൂതന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള കാർപ്പൻട്രി വർക്കുകൾ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സ്, മോഡുലർ കിച്ചൺ, ടേൺ കീ സർവീസ് തുടങ്ങിയ എല്ലാ വർക്കുകളും അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടു കൂടി കേരളത്തിൽ എവിടെയും വർക്കുകൾ ചെയ്തു നൽകുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചോയ്സ് ബിൽഡേഴ്സ്, രാജക്കാട്, ഇടുക്കി 8606 560 526 9496 120 526. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KJ Granite and Tiles, Kattapana, Kanirapalli.